പ്രതിപക്ഷ ഉപനേതൃ പദവി ആവശ്യപ്പെട്ട് ഇടഞ്ഞു നിൽക്കുന്ന സിപിഐ അനുനയിപ്പിക്കാൻ LDF. കടുത്ത നിലപാടുമായി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വീണ്ടും രംഗത്തെത്തിയതോടെയാണ് ഈ മാസം യോഗം ചേരുന്നത്. യോഗം വിളിക്കാൻ തടസ്സമില്ലെന്ന് ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച് തർക്കങ്ങൾ തുടരുന്നിടെ പ്രശ്നം പരിഹാരത്തിന് ഇടമൊരുങ്ങുകയാണ്. ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇടതുമുന്നണി യോഗം ഓഗസ്റ്റ് 17-ന് ചേരും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന സിപിയുടെ നിർബന്ധത്തിന് മുന്നിൽ ഉടലെടുത്ത തർക്കത്തെ തുടർന്നാണ് യോഗം ചേരാനാകാതെ നീണ്ടുപോയത്. 17-ലെ യോഗത്തിൽ ഇക്കാര്യം ആവശ്യപ്പെടാനാണ് സിപിഐ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ഒരു തവണ മാത്രമാണ് LDF യോഗം ചേർന്നത്. ഇടതുമുന്നണി യോഗം തീരുമാനിച്ചതിന് പിന്നാലെ സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് മുന്നണി യോഗം ചേരാൻ നിർദ്ദേശിച്ചത്. സിപിഐയുമായും മറ്റു പാർട്ടികളുടെ നേതാക്കളുമായും ചർച്ച നടത്തിയാണ് മുന്നണി യോഗം ചേരാനുള്ള തീയതി നിശ്ചയിച്ചത്. സർക്കാരിനെതിരായി യോജിച്ച പ്രക്ഷോഭത്തിന് പോലും മുന്നണി നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന പരാതി ഘടകകക്ഷികൾ ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ഉപനേതാവ് വിഷയത്തിൽ വിശദമായ ചർച്ച യോഗത്തിലുണ്ടായേക്കും. ഉപനേതാവ് സ്ഥാനം വിട്ടുകൊടുക്കാനാകില്ല എന്നാണ് CPM നിലപാട്. അതിൽ വിട്ടുവീഴ്ചയ്ക്ക് CPM തയ്യാറാകണമെന്ന നിലപാടാണ് ഘടകകക്ഷികൾക്കുള്ളത്. ഇടതുമുന്നണി യോഗം കൂടാൻ തടസ്സമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നിയമസഭാ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ചേർന്ന മുന്നണി യോഗം തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ജൂൺ 15-നകം പ്രത്യേക യോഗം വിളിക്കാൻ തീരുമാനിച്ചാണ് പിരിഞ്ഞത്. എന്നാൽ പിന്നീട് യോഗം വിളിക്കാനായിട്ടില്ല. നിയമസഭാ സമ്മേളനം കഴിഞ്ഞിട്ടും LDF പാർലമെന്ററി പാർട്ടി യോഗവും ചേർന്നിരുന്നില്ല. ഇതിനിടെയാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച കാര്യത്തിൽ വീണ്ടും ചർച്ച നടക്കാൻ പോകുന്നത്. ജനം, തിരുവനന്തപുരം.